നമ്മളെ പുഷ്പകണ്ഠം പോയ അവസ്ഥയായി ഗൈസ്. അവന്മാർ പുള്ളി എടുത്ത് നമ്മൾ ഏതോ വണ്ടി ഓടിക്കാൻ അറിയില്ലാത്തവന്മാർ വന്ന് ഇവിടെ കിടന്ന് പുള്ളി എടുത്ത് അത്യാവശ്യം വലിയൊരു മലയാണേ. സൗണ്ട് കേൾക്കുന്നേ ഡേഞ്ചറാ. ആരുടെ ഇറങ്ങിറങ്ങുക കാട്ടിപ്പോയി. ഹലോ മച്ചാമാരെ, മഞ്ജുക്കുട്ടി ജിപ്പ് എന്ന ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സമീറാണ്. ഞാൻ സലീം. ഞാൻ ആഷിക്കാട്ടോ. അപ്പൊ ആഷിക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ? അപ്പൊ നോക്കിക്കേ, നമ്മുടെ വണ്ടി ഇങ്ങനെ ക്രെയിൻ ആക്കിയിട്ട് ഫസ്റ്റ് ഓഫ് റോഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മളിപ്പോ പോകുന്നത് മാമലക്കണ്ട കൊയിനിപ്പാറയിലേക്കാണ്. അപ്പൊ നമ്മളത് 2 പാർട്ട് വീഡിയോ ഇട്ടിരുന്നത്. അപ്പം നമ്മുടെ ഇങ്ങോട്ടേക്ക് കൊയിനിപ്പാറയ്ക്ക് വന്ന വഴി ടാസ്ക് പിടിച്ച വഴി അച്ഛൻ ഓഫ് റോഡിങ് ആണ്. അപ്പൊ നമ്മുടെ ഓഫ് റോഡ് വീഡിയോയിലേക്ക് നേരിട്ട് അങ്ങ് പോയേക്കാം. മച്ചാമാരെ, നമ്മളങ്ങനെ കൊയിനിപ്പാറയ്ക്ക് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. നമ്മുടെ ചെറുക്കൻ അവിടെ നിന്ന് വരുന്നുണ്ട്. 4 വീലറിട്ടാണ് കയറി തന്നെ. അത് ഭയങ്കര കുത്തിനുള്ള കയറ്റാട്ടോ വണ്ടി. ഫസ്റ്റ് ഗിയറിൽ വലി മുട്ടി പോയായിരുന്നു. അത് നമ്മൾ കാലോടുക്കാതെ കയറിയിട്ട് വലി മുട്ടി പോയേ. അപ്പോൾ മാമലക്കണ്ടത്ത് വരുന്നവർക്ക് പോകാൻ പറ്റിയൊരു ബെസ്റ്റ് ഓഫ് റോഡ് പ്ലേസ് ആട്ടോ ഈ കൊയിനിപ്പാറ. അപ്പോൾ നമ്മൾ ഇത് പോകുന്ന സ്ഥലവും അതിൻ്റെ റൂട്ട് ഏതൊക്കെയാണെന്ന് നമ്മൾ അടുത്ത പാർട്ടിലാട്ടോ പറയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ മുഴുവനായിട്ട് ഈ പാർട്ടി ഇരുന്ന് കാണാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ വണ്ടി ക്രെയിൻ ആക്കിയിട്ട് 2ാമത്തെ ഓഫ് റോഡ് ഇത് കയറുന്നത് ഇപ്പോൾ പോണേ. അപ്പം മച്ചാമാരെ, നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ക്രെയിൻ ആക്കിയിട്ട് 1ാമത്തെ ഓഫ് റോഡാണ് ഇത്. നമ്മൾ പറഞ്ഞ ചെറിയ മിസ്റ്റേക്ക് ആട്ടോ ഇത്. നമ്മൾ വണ്ടി അങ്ങനെ ഇവിടെ നിന്ന് കയറി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങിയിട്ടുള്ളൂ. നമ്മൾ താഴേന്ന് കയറി വരുന്ന വഴിക്ക് കോൺക്രീറ്റ് ആട്ടോ. കുറച്ചുകൂടി മേളിലേക്ക് പോയാലാണ് ശരിക്കും ഓഫ് റോഡ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ വലിയ സീരിയസ് ആയിട്ടുള്ള ഓഫ് റോഡൊന്നും ഇല്ല. പക്ഷെ നമ്മൾ ഈ കയറ്റം കയറി ചെല്ലുന്നൊരു വലിയൊരു പാറയിലേക്ക് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തെന്നി കിടക്കുന്നൊരു പാറ കേട്ടോ അത്. അപ്പോൾ നമുക്കത് 4 വീലില്ലാതെ കയറാൻ പറ്റത്തില്ല. അപ്പോൾ മച്ചാമാരെ, ആ താഴെ കണ്ട കോൺക്രീറ്റ് വരെ ഉള്ളൂ കേട്ടോ നല്ല വഴി. അപ്പോൾ അവിടെ തൊട്ട് നല്ല കട്ട ഓഫ് റോഡ് ഇറങ്ങുവാണേ. അപ്പോൾ ഇത് ആ കയറി തന്നെ കയറ്റായിട്ട് കാണുന്നത്. അപ്പോൾ ഇത് മേളിൽ നിന്ന് പിടിച്ചുകൊണ്ടാണ് അതിൻ്റെ ഭീകരത നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. അപ്പോൾ ആ കുത്തിനുള്ള കയറ്റായിട്ട് ഇത്. അപ്പോൾ ഇവിടെ തൊട്ടിന് ശരിക്കും ഓഫ് റോഡ് തുടങ്ങാൻ പോകണേ. ചെളിയും മണ്ണും അതുപോലെ ഇവരുടെ പാറയൊക്കെ കയറിയിട്ട് നമുക്കിനി കൊയിനിപ്പാറയ്ക്ക് പോകേണ്ടത്. അപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ ഈ കാണുന്ന കണ്ടില്ലേ റബ്ബറും അതുപോലെ കുരുമുളക് കൃഷിയൊക്കെ ഈ കാണുന്നത്. ഇവിടെ ഓഫ് റോഡ് ചെയ്യാൻ പറയുന്നത് പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല കേട്ടോ. അവിടെ ആളും അനക്കൊക്കെ ഉള്ള സ്ഥലം തന്നെയാട്ടോ കൊയിനിപ്പാറ. അപ്പോൾ നല്ല 4 വീലർ എടുത്ത് അത്യാവശ്യം കയറി പോണ കയറ്റം തന്നെ കേട്ടോ. പക്ഷെ നമ്മൾ ആ ചെറിയ തിട്ട കയറ്റാൻ നോക്കുന്നതാണ്. അപ്പോൾ ചെളി ആയതുകൊണ്ട് വണ്ടി തിന്നി കറങ്ങും കേട്ടോ തിട്ട കയറ്റുമ്പോൾ. അപ്പോൾ നമ്മൾ മാക്സിമം അത് കയറ്റാൻ നോക്കുന്നുണ്ട്. വണ്ടി നല്ല അത്യാവശ്യം നല്ല ചെളിയാണ്. വണ്ടി അത്യാവശ്യം കറങ്ങി തന്നെ കയറി പോകത്തുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ കാല് നമ്മൾ റേസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ വണ്ടി ഇതുപോലെ ചെളിയിലൊക്കെ പെട്ടെന്ന് കയറി പോകുള്ളൂ കേട്ടോ. അപ്പോൾ മച്ചാമാരെ, നമ്മുടെ മാമലക്കണ്ടത്ത് നിന്ന് ഒരുപാട് ട്രക്കിംഗ് ജീപ്പുകൾ കൊയിനിപ്പാറയ്ക്ക് ഓടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൊയിനിപ്പാറ കാണാൻ താല്പര്യമുള്ളവർക്ക് കൊയിനിപ്പാറയ്ക്ക് ട്രക്കിംഗ് ജീപ്പിൽ വരാം. അല്ലെങ്കിൽ സ്വന്തം ജീപ്പുള്ളോ അല്ലെങ്കിൽ സ്വന്തം 4 വീലർ വണ്ടി ഉള്ളവർക്കും ഇങ്ങോട്ട് കയറി വരാം കേട്ടോ. അപ്പോൾ മച്ചാമാരെ, നമ്മുടെ ജീപ്പിൻ്റെ പുറകിൽ വേറൊരു ജീപ്പും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ പുള്ളി താഴെ നിർത്തിയിട്ടൊക്കെ ഒരു ട്രക്കിംഗ് ഓടുന്ന വണ്ടി കേട്ടോ. അപ്പോൾ പുള്ളിക്ക് നമ്മൾ കയറി പോയിട്ടാണ് പുള്ളിക്ക് കയറി വരാൻ പറ്റത്തുള്ളൂ.
പുള്ളിയോട് നമുക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല. അപ്പൊ മച്ചാമാരെ പുള്ളിയോടുത്ത് നമുക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല. അപ്പൊ പുള്ളി പറഞ്ഞു ഞാനൊന്ന് കയറി പോട്ടേന്ന്. ഞാനെങ്ങനെ കയറി പോകുന്ന പിന്നെ കേറ്റിവിടാൻ ഓർത്തത്. പച്ചപ്പ മാസമായിട്ട് കയറി പോയിട്ടുണ്ടോ? മാസം അവിടുന്ന് അടിച്ചും തല്ലി കയറിയുണ്ട്. ഇതുപോലെ നമ്മളെ അപ്പോൾ മച്ചാമാരെ ഇവിടെ ട്രക്കിങ്ങിന് ഓടുന്ന ജീപ്പാണ്. പക്ഷെ ആൾക്കാരൊന്നുമില്ല. ഇവിടെ താമസിക്കുന്ന ആളാന്ന് തോന്നുന്നു. മേലേക്ക് വീടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങോട്ട് പണിയാണ്. പുള്ളി ഓർത്ത് നമുക്ക് വണ്ടി ഓടിക്കാറില്ല. നമ്മളവിടെ കിടന്ന് ആ തിട്ടേ കിടന്ന കോപ്രായം കണ്ടിട്ട് പുള്ളി ഓർത്തു നമുക്ക് വണ്ടി ഓടിക്കാറിയില്ല. അപ്പോൾ പുള്ളി വന്നിട്ട് പുറകെ ഓൺ അടിച്ചിട്ട് പറഞ്ഞു വണ്ടി ഒന്ന് ഞാനും എങ്ങനെ കയറി പോകുന്നു. അപ്പോൾ കൊച്ചാപ്പതിയെ മാസമായിട്ട് കയറിപ്പോയതാണ് ഇപ്പോൾ കണ്ടത്. പോയി ചാടിച്ചു. പോട്ടെ ബാഗെടുക്ക. പോവില്ല വണ്ടി തിരിച്ചോട്ടാ. മതിടാ. അപ്പോൾ ഇവിടെ അധികം ഇതുപോലത്തെ പാറകൾ കയറിയിട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം കറങ്ങത്തൊന്നുമില്ല. വണ്ടി 4 വീലർ എടുത്ത് കയറി പോകുള്ളൂ. നമ്മൾ 4 വീലർ തന്നെയാണ് കയറി പോകുന്നത്. പതുക്കെ പിടിച്ച് പിടിച്ച് വണ്ടി കയറി പോകുള്ളൂ. പോട്ടെ മച്ചന്മാരെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി വന്നേക്കാം കേട്ടോ. അപ്പോൾ കുഴിഞ്ഞിപ്പാറ കയറി വന്നവർക്ക് ഇവിടെ തന്നെ ഒരു ചെറിയ ചായക്കടയൊക്കെ ഉണ്ട്. ചായ കുടിക്കാം. ഇതുണ്ടോ നമ്മൾ സോറി ഞാൻ ആ വീഡിയോ അടിക്കുന്ന ഫ്ലോയ്ക്ക് വെച്ചാ അവരെ നമ്മുടെ വണ്ടിക്ക് കൂടി വെച്ചിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ അതേ പേരാട്ടത് കിടക്കുന്നില്ലേ. കുട്ടിയില്ല, മഞ്ജു മാത്രമേ ഉള്ളൂ. ചേട്ടാ എത്ര നാളായിട്ട് ഇവിടെ കട തുടങ്ങിയിട്ട്? 3-4 മാസം. ഇവിടെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? അടുത്തായില്ലേ? ഇവിടെ മേളിൽ ഹോം സ്റ്റേ ഒക്കെ ഉണ്ടോ? താഴെ പറഞ്ഞല്ലേ. അപ്പൊ ഇനി ടോപ്പിലേക്കല്ലേ? കൊയിനിപ്പാറ എത്തിയോ? കൊയിനിപ്പാറ. അപ്പൊ അവിടെ ചെന്ന് നോക്കി എന്നെ കാണാനുള്ളത് മൊത്തം കാണാൻ പറ്റില്ലേ? ചേട്ടൻ്റെ വീട് എവിടെ? താഴെ അല്ലേ? ചേട്ടാ കാര്യം പറയാൻ പറഞ്ഞത്. ചേട്ടൻ്റെ പേരെങ്ങനെയാ? മധു. അപ്പൊ എല്ലാരും എവിടെയില്ലാട്ടോ. ഇവിടെ കേട്ടോ നമ്മുടെ മാമലക്കണ്ണ റൂട്ട് വന്ന വഴി.
അപ്പോൾ ഇത് മുനിപ്പാറ എന്ന് പറഞ്ഞ ഒരു മുടിയാണ്, ഇതൊരു വ്യൂ പോയിന്റ് ആട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ കൊയിനിപ്പാറ കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാനുള്ളതാണ് ആ പാറയിലേക്ക്. അത് ഇതുപോലെ തന്നെ ഓഫ് റോഡ് ആട്ടോ. അപ്പോൾ മച്ചാമാരെ ഇവിടുത്തെ ട്രക്കിങ്ങിനോടുന്ന വണ്ടിയാണ്. അതുകൂടാതെ മേലെ ഹോം സ്റ്റേ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ആളെയും കൊണ്ടുവന്ന് ഇതുപോലത്തെ ജീപ്പുകൾ കേട്ടോ. അപ്പോൾ ട്രക്കിംഗ് ആണോ ഹോം സ്റ്റേ ആണോ നമുക്ക് അറിയത്തില്ല. അതുവരെ എന്തായാലും അന്നത്തെ ആൾക്കാരുണ്ട്, അവരിത് തിരിച്ചിറങ്ങിപ്പോവാണ്. അപ്പോൾ നമ്മളിത് വണ്ടി 4 വീലറായിട്ട് ഇറങ്ങിപ്പോകുന്നത് നല്ല രസമല്ലേ ഇറങ്ങിപ്പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് നേരം നിന്ന് ഇവിടെ ചിലവഴിച്ച് സമയം കളയുന്നില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് കൊയിനിപ്പാറ കയറാനുള്ളതാണ്. മച്ചാമാരെ അപ്പോൾ അവിടെ വന്നൊരു ചേട്ടൻ നമ്മുടെ ജീപ്പിനെ പറ്റിയൊക്കെ ചോദിച്ചപ്പോൾ നമ്മുടെ ജീപ്പ് ക്രെയിനാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കൊന്ന് കാണാൻ താല്പര്യമുണ്ട്. അപ്പോൾ അതേ നമ്മൾ വണ്ടി കാണിച്ചു കൊടുക്കും കേട്ടോ, ക്രെയിനുള്ള സംഭവമൊക്കെ. അപ്പോൾ എല്ലാവരും വന്നത് നമ്മുടെ നമ്പറൊക്കെ എഴുതിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ ലോക്കലാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, എല്ലാം ഡീലാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ഒത്തിരി നേരം ഇവിടെ സമയം കളയുന്നില്ല. അപ്പോൾ നേരെ നമുക്ക് ഇനി മേളിലേക്ക് ഇനി കയറിയേക്കാം. അപ്പോൾ മച്ചാമാരെ നമ്മൾ വണ്ടിയിലെ കൊച്ചാപ്പയും വാപ്പിച്ചും കയറിയിട്ടോ. ഫ്രണ്ടിൽ അവിടെ 20 വരുവാണേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ലോഡും വെച്ചൊക്കെ വരുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ജീപ്പിലിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മറ്റേ റിവ്യൂ ഇട്ട കേസിൽ പറഞ്ഞായിരുന്നു, മറ്റേ ഗ്രില്ലിൽ മെഷ് ഗ്രില്ലൊക്കെ പിടിപ്പിക്കും, ഇങ്ങനെ കയറി ഇരുന്ന് പിടിക്കാൻ പറ്റത്തില്ല, നമുക്കൊരു പിടുത്തം കിട്ടത്തില്ല. ശരിക്കും ആ ഗ്രില്ലിൻ്റെ ഉപയോഗം അതാട്ടോ വണ്ടിക്ക്. അപ്പോൾ രണ്ടുപേരും കുറച്ചും കയറി വന്നപ്പോഴത്തേക്ക് ഇറങ്ങിയായിരുന്നു കേട്ടോ വണ്ടിയിൽ നിന്ന്, മറ്റേ ബമ്പറയിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതേ വീഡിയോ എടുത്തതിലാണ്. ഇത് നമ്മൾ ചെറുക്കിന് അവിടെ നിന്ന് കയറി വരുന്നുണ്ട് കേട്ടോ. ഇറക്കിട്ടോ. അവരെ നോക്കി ഈ മലയിൽ കയറണം കേട്ടോ. ഇത് അത്യാവശ്യം വലിയൊരു മലയാണേ, മൊത്തം തെന്നിക്കിടക്കും കേട്ടോ മഴക്കാലമായതുകൊണ്ട്. അപ്പോൾ ആ കണ്ട കുത്തനെയുള്ള കയറ്റോട്ട് കയറി പോകുന്നത്. നമ്മൾ ഈ ഇതുപോലെ പാറ ആയതുകൊണ്ട് വലിയ സീനൊന്നുമില്ല, നമ്മൾ 4 വീലർ എടുത്ത വണ്ടി കയറി പോയിക്കോളും. തെന്നി മാറുന്ന പേടിയൊന്നും നമുക്ക് വേണ്ട. ചെളിയൊക്കെ ആണല്ലാണ് വിഷയം വരുന്നത്. അപ്പോൾ വണ്ടി സിമ്പിളായിട്ട് കയറി പോയിട്ടോ. സ്ലിപ്പാവുന്നല്ലേ. എടാ സമീറേ, ഒരു ജീപ്പ് വരാനുണ്ട്, നീയേ കേറ്റിട്ട് റിവേഴ്സ് വെച്ചോ. കേറ്റിട്ട് റിവേഴ്സ് വെക്കാം. പോട്ടെ. ആ റിവേഴ്സ് വെച്ചോ. അപ്പോൾ മേളിൽ നിന്നൊരു ജീപ്പ് ഇറങ്ങി എൻ്റെ ഹോൺ അടിച്ചോട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒതുക്കി കൊടുക്കുക ജീപ്പിന് വേണ്ടി. പോണ വഴിക്ക് ജീപ്പ് ഇറങ്ങി. അപ്പോൾ നമ്മൾ ആദ്യം കയറിയപ്പോൾ ജീപ്പാട്ടത്. ആ മതിയടാ. ആ മതിന്നേ, മതിന്നേ പൊക്കോളൂന്നേ. സൗണ്ട് വെക്കുന്നേ. അപ്പോൾ മിക്കവാറും അവിടുത്തെ ഹോം സ്റ്റേന്ന് ആൾക്കാരെ കൊണ്ട് ഇറങ്ങി തന്നെ കേട്ടോ. ഈ ജീപ്പാട്ട് അവിടെ ആദ്യം കയറിപ്പോൾ ഇത് വന്നപ്പോൾ. അപ്പോൾ മച്ചാന്മാരെ നമ്മളിപ്പോൾ നിർത്തിയിട്ടെടുത്ത കറക്റ്റ് ഈ സെൻറ്ററിലായിട്ട് നീളത്തിലൊരു വലിയൊരു കുഴിയുണ്ട്. ഈ പാറവെട്ടുണ്ട് നീളത്തിൽ. അപ്പോൾ ഈ ജീപ്പ് അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആ ജീപ്പ് ഈ കാണുന്ന വെട്ടാട്ടത്. അപ്പോൾ നമ്മൾ ഇട്ടവരെ നമ്മുടെ ജീപ്പ് പ്രിവിയസ് വെച്ചാൽ ആ വണ്ടി അവിടെ നിന്ന് ഇറങ്ങി വരുവാണെങ്കിൽ കറക്റ്റ് ആ കുഴി പോയി ചാടും.
അല്ലെങ്കിൽ 2 തവണ റിവേഴ്സ് വെക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ വണ്ടി ഇച്ചിരി കയറ്റിയിട്ടിട്ട് നമ്മൾ ജീപ്പ് റിവേഴ്സ് വെച്ചെടുത്തൊക്കെ ഇറങ്ങി പോണി കറക്റ്റ് ഇറങ്ങി പോകും കേട്ടോ. അപ്പോൾ നമ്മുടെ ജീപ്പ് അങ്ങനെ ഫ്രണ്ടിലേക്ക് കയറ്റിയിട്ടിട്ടുണ്ട്. പുള്ളി ഇറങ്ങി പോകട്ടെ താഴേക്ക്. സംഭവിക്കും ജീപ്പുണ്ടോ പച്ച കളറ് എനിക്ക് പുല്ലിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരു പച്ച കളർ നീങ്ങി പോണെങ്കിൽ കേറിയെടുത്തു. ഇതില്ലേ ഇത് കല്ലുവാഴയാണിത്. അപ്പോൾ മച്ചാന്മാരെ ആ ജീപ്പ് ഇറങ്ങി വന്ന വഴിയായിട്ടത്. അപ്പോൾ ഇത് കയറുന്നിട്ട് നമ്മൾ കാണുന്നത് നല്ല ഉരുളങ്കല്ല് പായിരിക്കുന്ന വഴിയാണ്. വണ്ടി ഒരു കല്ലിൽ നിന്ന് മറ്റേ കല്ലിലേക്ക് ചാടിച്ചാടിയാണ് വണ്ടി കയറ്റം കയറത്തുള്ളൂ. കയറി വന്നോട്ടോ, വലിയ സീനൊന്നും ഉണ്ടായില്ല. എല്ലാം കൂട്ടായാലും ഒന്ന് നമ്മുടെ വണ്ടിക്ക് വലിയ വിഷയമൊന്നുമില്ല, പിടിച്ചേറി പോകുന്നത്. പിന്നെ ചെളിയൊക്കെ ആയാലാണ് വണ്ടിയൊക്കെ കാലെടുത്ത് കയറുന്ന കാര്യമുള്ളൂ. വ്യൂ പോയിന്റ് നോക്കി, ഇവിടെ വണ്ടി കാണാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ വണ്ടി അവിടെ നിന്ന് കയറി വരുന്നുണ്ട്. കുത്തിനുള്ള ചിരിവാണ്, അതാണ് വണ്ടി ഇത്രയും പൊങ്ങി നിൽക്കുന്നത്. നമുക്ക് വീഡിയോയിൽ അറിയാൻ പറ്റില്ല, പക്ഷേ ടാസ്ക് പിടിച്ച വഴി കേട്ടോ. കയറി വരുന്നിടത്ത് പേടിക്കൊന്നും വേണ്ട, വണ്ടി കയറിയൊക്കെ പോരും. പാറ ആയതുകൊണ്ടും കല്ലായതുകൊണ്ടും വണ്ടി പിടിച്ചേറി വരും. വണ്ടി പെടുമെന്നുള്ളൊരു പേടിയൊന്നുമില്ല, പക്ഷെ പെട്ടെന്ന് നമ്മൾ ഊരിക്കൊണ്ട് വരും കേട്ടോ വണ്ടി എങ്ങനെയും. അപ്പോൾ മച്ചാമാരെ, ഇനി നമ്മൾ വീഡിയോ ഇട്ടാൽ ഇതിൻ്റെ ലെങ്ത്ത് കൂടി പോവും ഈ വീഡിയോയുടെ. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് പാർട്ടായിട്ടും അപ്പോൾ ഇതിൻ്റെ ബാലൻസ് രണ്ടാമത്തെ പാർട്ടായിട്ട് ഇറക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും വരെയുള്ള ഓഫ് റോഡ് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. ഇത് ഇത്തരം വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുകൂടാതെ ഇങ്ങോട്ടേക്ക് വരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ ഇങ്ങോട്ടേക്ക്. അപ്പോൾ മച്ചാന്മാരെ, നമ്മൾ പോകുന്ന വഴിക്ക് കാണുന്ന വണ്ടി ഇട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു വ്യൂ പോയിന്റ് ഇട്ടത്. അപ്പോൾ നമ്മളിവിടെ അത്യാവശ്യം വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെയായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതുപോലത്തെ അടിപൊളി വീഡിയോയുമായി കാണുമ്പോഴേക്കും തൽക്കാലത്തേക്ക് ബൈ.